ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ താങ്കൾ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന് അനുബന്ധമായി മതപാഠശാലകൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് മാത്രവുമല്ല ബജറ്റിൽ ഏതാണ്ട് 80 ലക്ഷത്തിന് മുകളിൽ പൈസ വകയിരുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 84 ലക്ഷം രൂപ വകയിരുത്തി. താങ്കൾ എന്താണ് ചെയ്യേണ്ടത്? ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിരുന്നുകൊണ്ട് ഓരോ ക്ഷേത്രങ്ങളിലെയും ഭരണകാര്യങ്ങൾ നോക്കുക എന്നുള്ളത്, അല്ലാതെ മതസമുദായത്തെ ഉണ്ടാക്കാൻ താങ്കളെ ആരാണ്? എന്നോട് ഭരണഘടനാപരമായി ക്ഷേത്രങ്ങൾ നന്നാക്കണം, പെയിന്റ് അടിക്കണം, മുറ്റം തൂപ്പിക്കണം, ഇതൊക്കെയാണോ പറഞ്ഞേക്കുന്നത്? ദേവസ്വം ബോർഡ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇത് 1949 ഇത് ഉണ്ടാകുന്നതിന് മുൻപ് ഇവിടെ രാജഭരണം നടന്നപ്പോൾ ഒരു ഹിന്ദു മഹാമണ്ഡലം ഉണ്ടായിരുന്നു. ആ ഹിന്ദു മഹാമണ്ഡലത്തിന്റെ ഒരു തിരുശേഷിപ്പായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടായത്. അപ്പൊ ഭരണഘടനാപരമായി അംഗീകാരമുള്ള ഒരു സ്ഥാപനം, ഹൈന്ദവ മെജോറിറ്റിയുള്ള ഒരു പ്രദേശത്ത്, ആരാധനാലയങ്ങൾ ധാരാളമുള്ള ഒരു പ്രദേശത്ത് അതിന്റെ ഭരണ സംവിധാനം പൂർണ്ണമായി ഏൽപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. അത് ശരി. പക്ഷേ താങ്കൾ പറയുന്നത് എന്താണ്? ക്ഷേത്രങ്ങളോട് ചേർന്ന് മതപാഠശാല ഉണ്ടാവണം. മതപാഠശാലകളിലേക്ക് കുട്ടികളെ വിടണം. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിർബന്ധമായും ക്ഷേത്ര ദർശനം നടത്തണം. കുട്ടികളെ മതപാഠശാലയിലേക്ക് വിടാത്തവർ അച്ഛനമ്മമാരെ ക്ഷേത്ര സമിതികളിൽ ഉൾപ്പെടുത്തരുത്. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളാണ് താങ്കൾ പ്രഖ്യാപിക്കുന്നത്. മതപാഠശാലകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മത തീവ്രവാദം വളർത്തുക എന്നുള്ളതിന് ധാരണയുണ്ടെങ്കിലും ഒരുപാട് ധാരണയുണ്ടെങ്കിലും എനിക്ക് ആ ധാരണയേ ഇല്ല. ഇവിടെ മതം പഠിപ്പിക്കാത്തതിന്റെ പേരിലാണ് ഹൈന്ദവ വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിക്കാനും ആ ആരാധന സ്വഭാവത്തിൽ സംശീകരിക്കാനും ആ സംശുദ്ധി ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് കഴിയുന്നില്ല. ഇല്ല, ഈ ഹൈന്ദവീയതയുടെ പ്രധാന വക്താക്കളായിട്ടുള്ള ഞാനൊന്ന് ചോദിച്ചോട്ടെ. മുസ്ലിം മതപാഠശാലകളാണ് അവിടെ ഈ മുസ്ലിം സമുദായത്തിലെ കുട്ടികളെ അവരുടെ കുട്ടിക്കാലത്ത് തന്നെ വിഷം കുത്തിവെച്ച് അങ്ങനെ തീവ്രവാദികളാക്കി മാറ്റുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ സംഘപരിവാറിന്റെ നേതാക്കൾ തന്നെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുസ്ലിം മതപാഠശാല നടക്കുന്നില്ലയോ? അവരുടെ മദർസയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അവിടുത്തെ പഠിപ്പിക്കുന്ന ആളുകൾക്ക് ശമ്പളം നൽകുന്നുണ്ട്. അതിനൊന്നും നിങ്ങൾക്ക് പരാതിയില്ലേ? ഹിന്ദു മതം പഠിച്ചാൽ തെറ്റ്, ഇസ്ലാം പഠിച്ചാൽ നല്ലത്, ക്രൈസ്തവൻ പഠിച്ചാൽ നല്ലത്, സിഖുകാരൻ പഠിച്ചാൽ നല്ലത്. എല്ലാവരും മതം പഠിക്കണം. ഏതു മതത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങളിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇടപെടരുതെന്ന് പറയാനുള്ള ആർജവം കാണിക്കേണ്ടതാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കടമ. ഞാനിത് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഞാൻ സംഘപരിവാറോ RSS BJP ഒന്നുമില്ല. ഞാൻ വളരെ നല്ല മതേതരത്വ ദർശനമുള്ളവനാണ്. ഇല്ല, പക്ഷെ താങ്കൾ ആ സമ്മേളനത്തിൽ 1950 ശബരിമലയിലെ തീവെപ്പിന്റെ റിപ്പോർട്ട് എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞത് പുനർവായിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പറഞ്ഞു. ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞത്. അതാണ് ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത്. എന്താണ് ആ റിപ്പോർട്ട്? എന്താണ് ആ റിപ്പോർട്ട്? അതിലേക്ക് ഞാൻ വിവാദത്തിലേക്ക് കടക്കുന്നില്ല. ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ഒരുത്തനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റെന്നോ അറിയാൻ പാടില്ലാത്ത ഒരാളാണ് ബോർഡ് മെമ്പർ അജയ് തറയിലെന്നോ ആരും ധരിക്കരുത്. അത്രമാത്രമേ. അല്ല, അതിനൊരു ഭീഷണിയുടെ സ്വരമുണ്ട്. ഒരു ഭീഷണിയുടെ സ്വരമില്ല. താങ്കൾ പറയുന്നത് അത് പുനർവായിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായ തീവ്രവാദത്തിന്റെ സ്വഭാവത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. താങ്കൾ തന്നെ എന്ത് പറഞ്ഞാലും അതിന് മറുപടി പറയേണ്ടത് എന്റെ ബാധ്യതയാണ്, അതെന്റെ സ്വഭാവമാണ്, അതെനിക്ക് ആവശ്യമാണ്. എനിക്ക് കൂടി വന്നാൽ നഷ്ടപ്പെടുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമായിരിക്കും. ഞാൻ കേരള ജനങ്ങളുടെ മുന്നിലുണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഒരു വ്യക്തിത്വം, അത് സൂക്ഷിക്കേണ്ടത് അതിനുമപ്പുറമുള്ള എന്റെ കടമയാണ്, ബാധ്യതയാണ്. അല്ല, അപ്പൊ വ്യക്തമാണ് താങ്കൾ ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക്. ഒരു ഏറ്റുമുട്ടലുമില്ല. നാളെ മന്ത്രിയെ കൊണ്ട് നിങ്ങൾ പറയിക്കൂ രാജിവെക്കെന്ന്. എനിക്ക് രാജിവെക്കാൻ മടിയൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്നെ ചുമതലപ്പെടുത്തിയ എന്റെ പാർട്ടി ഉണ്ടല്ലോ, എന്റെ നേതാക്കന്മാരുണ്ടല്ലോ, അവരുടെ അനുവാദം വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. രാജിവെച്ചതുകൊണ്ട് അങ്ങ് പാതാളത്തിലേക്ക് പോകും എന്നുള്ള ധാരണയൊന്നുമില്ല. ഒരുപക്ഷെ അതിനേക്കാൾ നല്ലത് ചിലപ്പം കിട്ടിയെന്ന്